ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ DIY ജേർണലിംഗ് സപ്ലൈസ് ആണ്. അപ്പോൾ ഇതിൽ ജേർണലിങ്ങിന് ആവശ്യമായുള്ള കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. വാഷി ടേപ്സ്, സ്റ്റാമ്പ്സ്, സ്റ്റിക്കേഴ്സ് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ജേർണലിംഗ് ബുക്കാണ്. അതിനിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു 10 A4 ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറിപ്പോവാണ്ടിരിക്കാനേ A4 ഷീറ്റിൻ്റെ പുറകിലായിട്ട് ഇതേപോലെ 5 ഡോട്ട് മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്ത ഡോട്ടിൽ ഹോളും കൂടെ വരുത്തണം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തേക്കണ നൂല് ബുക്കൊക്കെ ബൈൻഡ് ചെയ്യാൻ എടുക്കണ നൂലില്ലേ അതാട്ടോ. അപ്പോൾ അതിന് കട്ടി ഉണ്ടാവും. പിന്നെ സെൻറ്ററിലെ ഹോളിൽ നമുക്ക് ഈ നൂല് കടത്തണം. ഫുള്ളായിട്ട് കടത്തരുത്. ഇതേപോലെ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം കേട്ടോ കടത്താൻ. അത് നമുക്ക് ലാസ്റ്റ് കെട്ടാൻ ആവശ്യമുണ്ട് കേട്ടോ ആ നൂലിൻ്റെ ഭാഗേ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഹോളിൽ വീണ്ടും നമുക്ക് ഇതേപോലെ സൂചി കടത്തിയെടുക്കുക. ഇനി ആ സൂചി ഇപ്പം നമ്മൾ കടത്തിയ ഹോളിൻ്റെ തൊട്ട് താഴെയുള്ള ഹോളിൽ വീണ്ടും കടത്തിയെടുക്കുക. അപ്പം വീണ്ടും നമുക്ക് ഈ A4 ഷീറ്റിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോകും. പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പം ഈ ഒരു ഹോളിൽ കടത്തണമെങ്കിൽ പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഹോളിക്ക് വീണ്ടും കടത്തണം. അങ്ങനെ മുകളിലത്തെ ഹോളിക്ക് കടത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും സെൻറ്ററിലത്തെ ഹോളിക്ക് ഈ സൂചി കടത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററിലത്തെ പോർഷനും ഇനി മുകളിലേക്കുള്ള ഭാഗം കൂടെ ഇതേപോലെ തന്നെ നൂല് കടത്തിയാൽ മതി. സെൻറ്ററിലത്തെ ഹോളിക്ക് കടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പിലുള്ള ഹോളിക്ക് നമുക്ക് ഒന്നും കൂടെ കടത്താം. അതങ്ങനെ കടത്തിയിട്ട് ഇത് പിന്നെ ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ ടൈറ്റാക്കി വെക്കണം കേട്ടോ നൂല്. അപ്പോഴാവും ഇങ്ങനെ പേജൊന്നും ഇങ്ങനെ ഇളകി പോവാണ്ടൊക്കെ ഇത്തിരി കൂടെ ടൈറ്റ് ആക്കണം. ഇനി നമുക്കിപ്പോൾ എടുത്തേക്കണതിൻ്റെ തൊട്ട് മുകളിലുള്ള ഹോളിക്ക് വീണ്ടും കടത്തണം. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഹോളിക്ക് ഇങ്ങനെ കടത്താം. ആ പ്രോസസ്സ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സെൻറ്ററിലേക്ക് എത്തണ വരെ. ഇങ്ങനെ ബുക്ക് ബൈൻഡ് ചെയ്യണതിനെ പറയുന്നത് സാഡിൽ സ്റ്റിച്ച് ബൈൻഡിങ് എന്നാണ്. ഇത് ചിലവർക്കൊക്കെ അറിയായിരിക്കും, കാരണം ക്രാഫ്റ്റ് ടീച്ചേഴ്സൊക്കെ സ്കൂളുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് പറയാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ സെൻറ്ററിലേക്ക് എത്തി. സെൻറ്ററിലത്തെ ഹോളിൽ നൂല് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കണം. ഈ കെട്ടിടുന്നത് നമ്മൾ ബുക്കിൻ്റെ പുറം ഭാഗത്തായിട്ടാണ്. അതായത് ലാസ്റ്റ് നമ്മൾ സെൻറ്ററിൽ നൂല് കടത്തിയത് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കായിട്ടാണ്. ഇവിടെ വരെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഈ സെയിം കെട്ടിട്ട് ആ ഒരു ഹോളിൽ അതിൽ കൂടെ തന്നെ ബുക്കിൻ്റെ പുറത്ത് നിന്ന് ഉള്ളിലേക്കായിട്ട് വീണ്ടും നൂല് കടത്തി കൊടുക്കണം. ഇങ്ങനെ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കാണാൻ. അപ്പം നന്നായി മനസ്സിലാവും. ഈസി ആയിട്ട് ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ സെൻറ്ററിൽ കടത്തിയല്ലോ. ഇനി നമ്മൾ ബാക്കിലിട്ട ആ നോട്ടുണ്ടല്ലോ ആ കെട്ട് അത് ഉള്ളിലേക്ക് ആക്കണം. അത് ഇതേപോലെ നൂല് പിടിച്ച് വലിക്കുമ്പോൾ അതിങ്ങനെ ഉള്ളിലേക്കായിട്ട് കിട്ടും. ബുക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിലായിട്ട് നമ്മുടെ അത് കംപ്ലീറ്റ് ആവും. പിന്നെ അവിടെ നമ്മൾ വീണ്ടും ഒരു കെട്ടിട്ടിട്ട് സെക്യൂർ ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്ക് വലിച്ചു കൊടുക്കാം. അപ്പോൾ ആ കെട്ടിട്ടത് വന്നിട്ടുണ്ട്. ഇനി നമുക്കവിടെ 2 കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ 2 തവണ കെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പം നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആവട്ടോ. കാരണം ഈ നൂല് കഴിഞ്ഞു പോകും. അതുകൊണ്ട് കെട്ടിടാൻ മറക്കരുത്. കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ നൂല് ഇതേപോലെ ഒരു നൂലിൻ്റെ ഉള്ളിലേക്കൂടെ ഇങ്ങനെ കടത്തി കൊടുക്കുക. അത് പിന്നെ അങ്ങനെ അഴിഞ്ഞു പോകാണ്ട് ഇങ്ങനെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കാനാണ്. അതേപോലെ കടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജേർണലിംഗ് ബുക്ക് കണ്ടില്ലേ, ബുക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി കടയിൽ പോയിട്ട് കാശ് കളഞ്ഞിട്ട് ജേർണലിംഗ് ബുക്ക് വാങ്ങേണ്ടത് ഇതേപോലെ ഒരു 10 A4 ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ബുക്ക് കവറൊക്കെ വേണ്ടേ. അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ചാർട്ട് പേപ്പർ തന്നെ 2 ആയിട്ട് മടക്കിയിട്ട് പശ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ളൊരു ബുക്ക് കവർ കിട്ടും. ചാർട്ട് പേപ്പറിൻ്റെ നടുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബുക്കും കൂടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബുക്കൊക്കെ ഇത്തിരി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ മൈ ജേർണലിൽ നിന്നൊക്കെ എഴുതിയിട്ട് ഒരു ലേബിളൊക്കെ ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ബുക്കിൻ്റെ പേജൊന്നും ഇളകിപ്പോരൊന്നുമില്ല കേട്ടോ. നല്ലതായിട്ട് തന്നെ സെക്യൂറായിട്ട് അങ്ങനെ തന്നെ നിന്നോളും. അപ്പം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റിക്കേഴ്സാണ്. പിന്നെ പിൻട്രസ്റ്റിൽ ഇതേപോലെ സ്റ്റിക്കേഴ്സ് ഫോർ ജേർണലിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ ഐഡിയാസ് വരും. അതൊന്നും നമുക്ക് കോപ്പി ചെയ്താൽ മതി. ഞാൻ എടുത്തേക്കുന്ന എൻ്റെ ഒരു ഡ്രോയിങ് ബുക്കിലെ പേപ്പറാട്ടോ. അപ്പം അതിന് ഇത്തിരി കട്ടിയുണ്ട്. A4 ഷീറ്റിൽ നമുക്ക് ഇതേപോലെ വരയ്ക്കാം കേട്ടോ. ഞാനിവിടെ ബ്രഷ് പെൻസ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ പാറ്റേൺസൊക്കെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. അക്രിലിക് പെയിൻ്റ് കൊണ്ട് നമുക്ക് വരയ്ക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ലീവ്സ്, ഫ്ലവേഴ്സ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ഡ്രോയിങ് ഒന്ന് വരയ്ക്കുക. വരച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഒരു പേപ്പറിൽ ഇതേപോലെ ഒരു ബ്രൗൺ കളർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സെലോ ടേപ്പ് ഇല്ല അതാണ്. അതാകുമ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ഒരു ഫെവി സ്റ്റിക്ക് വെച്ചിട്ട് അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കുമ്പോൾ കീറില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റിക്കേഴ്സ് ബട്ടർഫ്ലൈ തീമിലാണ്. ഇതിപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു ബുക്കിൽ ഇതേപോലെ ബട്ടർഫ്ലൈ വരച്ചാൽ മതി. എടുക്കാത്ത ഏതെങ്കിലും പഴയ ബുക്കുകളിൽ ഞാനിപ്പോഴത്തേക്ക് പഴയൊരു ഇംഗ്ലീഷ് ബുക്ക് കിട്ടിയായിട്ട് അതിൽ ഇതേപോലെ ബട്ടർഫ്ലൈ വരച്ചിട്ട് ഞാനിവിടെ ബ്രൗൺ ബ്രഷ് പെൻസ് തന്നെ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ
ഇത് ആദ്യം ഇതിൽ ബ്ലാക്ക് പെൻ കൊണ്ടൊന്ന് ഔട്ട്ലൈൻ പോലെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ മാറ്റിയിട്ടോ. അത് മാറ്റിയിട്ട് ഞാൻ വീണ്ടും വരച്ചത് പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടാട്ടോ. അല്ലാണ്ട് ബ്ലാക്ക് ആയിട്ട് എനിക്കത് ഇത്തിരി ബോറായി തോന്നി. അതുകൊണ്ട് ഞാൻ വെറുതെ പെൻസിൽ കൊണ്ട് മാത്രം ഔട്ട്ലൈനായിട്ട് ഞാനത് വീണ്ടും മാറ്റി വരച്ചു. അടുത്ത സ്റ്റിക്കേഴ്സിൻ്റെ തീം ഞാൻ ഇതേപോലെ കുറച്ചൊക്കെ ലീഫ്, പ്ലാന്റ്, പിന്നെ ബുക്ക് അങ്ങനെയൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇഷ്ടമുള്ളതൊക്കെ വരയ്ക്കാം കേട്ടോ. വിൻറ്റേജ് ജേർണലിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ പോയിട്ട് സ്റ്റിക്കേഴ്സ് ഫോർ വിൻറ്റേജ് ജേർണലിംഗ് അടിക്കുകയാണെങ്കിൽ കുറേ സ്റ്റിക്കേഴ്സിൻ്റെ ഐഡിയാസൊക്കെ വരും. അതൊന്ന് നമുക്ക് അതേപോലെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഓരോ ഡ്രോയിങ്സ് ഇതേപോലെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ആക്രിലിക് പെയിൻറ്റ്സൊക്കെ വാട്ടറായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കട്ടിയുള്ള പേപ്പർ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ ബ്രഷ് കൊണ്ട് അടിക്കുമ്പോൾ ഇതിങ്ങനെ കീറിപ്പോവും. കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതേപോലെ സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ലീഫിൻ്റെ ഷേപ്പിനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത്, അതാവും കുറച്ചുകൂടെ ഭംഗി. പിന്നെ വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ ഒരു പേപ്പറിൽ ട്രാൻസ്പാരൻറ്റ് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യണേ. അതാകുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ കീറിപ്പോവില്ല. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡിയാവും. ഈസിയാണ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനും. അപ്പോൾ നമ്മുടെ 3 തീമിലുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇതേപോലെ 3 മാത്രമല്ല, ഇഷ്ടമുള്ള തീമിലുള്ള കുറേ സ്റ്റിക്കേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അടുത്തതായിട്ട് ചെയ്യുന്നത് എൻവലപ്സ് ആണ്. എത്ര എൻവലപ്സ് വേണോ അത്രയും പേപ്പർ എടുക്കുക. പിന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് വേണ്ട പേപ്പർ എടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് ഇവിടെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു യെല്ലോ ബ്രഷ് പെൻ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെർട്ടിക്കൽ ലൈൻസ് നിന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് സൈഡിൽ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഓറഞ്ച് ബ്രഷ് പെൻസ് കൊണ്ട് ഇതേപോലെ വീണ്ടും വെർട്ടിക്കൽ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു എൻവലപ്പിൻ്റെ പാറ്റേൺ ആയിട്ടുണ്ട്. പിന്നെ ഇതിനി മാറ്റി വയ്ക്കുക. പിന്നെ അടുത്ത പേപ്പറിൽ ഞാനിതുപോലെ റോസസിൻ്റെ പാറ്റേൺസ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത്തിരിയും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ ബ്രഷ് പെൻസ് കൊണ്ട് ഇതേപോലെ ലീവ്സ് ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത എൻവലപ്പിൻ്റെ ഡിസൈനായിട്ട് ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മൾ ഇതേപോലെ ലൈൻസ് ഇടുന്നത് ആദ്യം ചെയ്ത എൻവലപ്പിൻ്റെ ഡിസൈനാണ്. പിന്നെ വേറൊരു പേപ്പറിൽ ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അതിലിതേപോലെ ചെറിയ ചെറിയ ഹാർട്ട്സ് നമുക്ക് എല്ലാവിടെയും ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എൻവലപ്പിൻ്റെ ഫോൾഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിൽ കണ്ട പോലെ ആ സ്ക്വയറിൻ്റെ 2 കോർണർ ഉള്ളിലേക്കാക്കി കൊടുക്കുക. പിന്നെ അടിയിൽ നിന്ന് ഇതേപോലെ ആയിട്ട് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടേക്ക് ഒന്ന് ഫെവി സ്റ്റിക്ക് കൊണ്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻവലപ്പും റെഡിയായി. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഒരു കുട്ടി ഹാർട്ടും കൂടെ ഞാൻ സെൻറ്ററിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പേപ്പേഴ്സും കൂടെ ഫോൾഡ് ചെയ്തെടുത്താൽ നമ്മുടെ എൻവലപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി നമുക്ക് വാഷി ടേപ്സ് ഉണ്ടാക്കാം. അതിനാദ്യം നമുക്ക് വേണ്ടത് കട്ടിയുള്ള പേപ്പറായിട്ട്. ഞാനിവിടെ പണ്ടത്തെ ബുക്കിൻ്റെ ചട്ടയാണ് എടുത്തിട്ട് ഞാൻ 5 ഉണ്ടാക്കുന്നുണ്ട്. 5 കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് റോൾ ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലാവട്ടെ നമ്മൾ ഇനി ഉണ്ടാക്കുന്ന വാഷി ടേപ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. വാഷി ടേപ്സ് ഉണ്ടാക്കാനായിട്ട് വീണ്ടും നമുക്ക് അപ്പോൾ ഇതേപോലെ 5 പേപ്പർ എടുക്കുക. ഞാൻ ഡ്രോയിങ് ബുക്ക് ചെയ്ത് പേപ്പറായിട്ട് എടുത്തേക്കണേ. അതിൽ ഓറഞ്ച് ബ്രഷ് പെൻസ് കൊണ്ട് ഞാൻ റാൻഡം ആയിട്ട് ഡോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും യെല്ലോ ബ്രഷ് പെൻസ് കൊണ്ട് പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ആയിട്ട് ഞാൻ വരയ്ക്കണേ. നോട്ട് ബുക്കിൻ്റെ ഒക്കെ പേപ്പർ എടുത്തിട്ടാണ് വാഷി ടേപ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാണ്ട് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാൻ നോക്കണേ. അല്ലെങ്കിൽ ഇത് കീറിപ്പോട്ടോ. പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വാഷി ടേപ്സിൻ്റെയും കുറേ ഐഡിയാസൊക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്ന് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ വീഡിയോയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വാഷി ടേപ്സിൻ്റെ ഡിസൈൻസ് ആയിട്ടൊക്കെ കാണിക്കണേ. അപ്പോൾ നമ്മുടെ ഒരു വാഷി ടേപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല രസമില്ലേ സൺഫ്ലവർ വാഷി ടേപ്പ്. അടുത്ത വാഷി ടേപ്പിൽ ഡിസൈനായിട്ട് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ റോസ് ആട്ടോ ഞാൻ വരയ്ക്കണേ. അവിടെ റാൻഡം ആയിട്ട് ഇങ്ങനെ റോസ് വരച്ച് പോവുക. പിന്നെ അതിൻ്റെ ഇടയിൽ ലീവ്സും കൂടെ വരയ്ക്കുകയാണെങ്കിൽ റോസിൻ്റെ വാഷി ടേപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വാഷി ടേപ്പ് ഞാൻ വിൻറ്റേജ് ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ വാഷി ടേപ്പാണ്. ജസ്റ്റ് ഒന്ന് ബ്രൗൺ ബേസ് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കൂടെ വൈറ്റ് കളർ കൊണ്ട് ഇതേപോലെ ചെക്ക് ഡിസൈൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു വാഷി ടേപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു വാഷി ടേപ്പിന് ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ ആയിട്ട് കൊടുക്കണേ ബേസായിട്ട്. പിന്നെ അതിലൊരു കുഞ്ഞ് ട്രയാങ്കിളൊക്കെ പോലത്തെ ഒരു ഡിസൈൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ആ വാഷി ടേപ്പിൽ ഓൾ ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഷി ടേപ്പ് നമ്മുടെ കംപ്ലീറ്റ് ആവും. പിന്നെ ബ്രഷ് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് വാഷി ടേപ്സിൽ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ പെൻസിൽ കൊണ്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഇതിലൂടെ നീറ്റായിട്ട് കിട്ടും. വിൻറ്റേജ് ജേർണലിൻ്റെ ലുക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷെയ്ഡ്സ് യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ അടുത്തൊരു വാഷി ടേപ്പിൽ ഞാൻ ഡാർക്ക് ബ്രൗൺ ആയിട്ട് യൂസ് ചെയ്യണേ. ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചുകൊണ്ട് ലൈൻസൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നീറ്റ് ലുക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്കെയിൽസ് വെച്ച് വരയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കൊണ്ടാട്ടോ ചെക്ക് ഡിസൈൻ കൊടുക്കണേ. അപ്പോൾ നമ്മുടെ എല്ലാ വാഷി ടേപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ വെച്ചിട്ട് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫുൾ വാഷി ടേപ്പ് ഇതിലേക്ക് റോൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ളും റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക. അതെടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നപ്പോൾ നമുക്ക് ആവശ്യം
ആവശ്യമുള്ളപ്പോൾ അത്രയും വാഷി ടേപ്പ് എടുക്കാം. അല്ലാണ്ട് ഇപ്പോൾ സെലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ പറിക്കുമ്പോൾ കീറിപ്പോരില്ലേ. അപ്പോൾ ഒരു വാഷി ടേപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ എല്ലാ വാഷി ടേപ്പും ചെയ്ത് കൊടുക്കണം നമുക്ക്. എല്ലാ വാഷി ടേപ്പും അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാതും നല്ല രസത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും ചാനലിംഗ് സപ്ലൈസ് ആയിട്ട് ആഡ് ചെയ്തേക്കണേ, കാരണം എല്ലാതും കൂടെ എഡിറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നുണ്ടായില്ല, സ്റ്റോറേജ് പ്രശ്നമായിട്ട്. അപ്പോൾ ഞാൻ വെച്ച് അടുത്ത പാർട്ടായിട്ട് ഇടാന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.